ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാക്കാൻ പോവാം. എക്സ്റ്റൻഷൻ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു പ്ലഗിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് എക്സ്റ്റൻഷൻ ബോക്സുകൾ. അപ്പോൾ അതേ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബോക്സാണ് കേട്ടോ. അപ്പോൾ ഈ ബോക്സിന് വരുന്ന വില 40 രൂപയാണ്. അപ്പോൾ 3 മൊഡ്യൂളിൻ്റെ ബോക്സാണ്, 3 സോക്കറ്റാണ് നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ പഴയ മോഡൽ സ്ക്രൂ ടൈപ്പ് സ്വിച്ചുകളും സോക്കറ്റുകളാണ്. അപ്പോൾ ഇതിനൊക്കെ വളരെ വില കുറവാണ്. അപ്പോൾ അതിൻ്റെ വിലയും കാലമൊക്കെ ഞാൻ പറയാം. അപ്പോൾ അതേ ടെസ്റ്ററും ഒരു സ്ട്രിപ്പറും കുറച്ച് വയറേ നമുക്കിതിന് ആവശ്യമുള്ളൂ ടൂൾസായിട്ട്. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ കൂട്ടത്തിൽ മോളുണ്ട് ഇന്നത്തെ വർക്കിന്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ അഴിച്ച് ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഷീറ്റ് ടൈപ്പായിട്ട് വരുന്നത്. മുകളിലത്തെ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് സോക്കറ്റ് വയ്ക്കാനുള്ള ഷീറ്റ് ആദ്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് അഴിച്ചെടുക്കാം. അങ്ങനെ ഇതേ ബോക്സ് നമ്മൾ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 2 പീസായിട്ടാണ് കിട്ടുക. ഇതാണ് അതിൻ്റെ ബേസ് ബോക്സ് ഇട്ടാ. അപ്പോൾ ഇതിനകത്ത് ഹോൾ ഇട്ടിട്ടുണ്ട്, 4 സ്ക്രൂ ആണ്. അപ്പോൾ നമുക്കത് ഭിത്തിയിൽ പിടിപ്പിക്കാനായിട്ട് 4 സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഔട്ടർ ഷീറ്റിലേക്ക് നമ്മുടെ സ്വിച്ചുകളെയും അതുപോലെ സോക്കറ്റിനെയും ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കറക്റ്റ് അളവിന് തന്നെയാണ് ആ ഷീറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് പൊസിഷനിൽ ഇത് സോക്കറ്റിനുള്ള ഇതിലേക്ക് ഇതിടുക, സ്വിച്ചിൻ്റെ പോയിന്റിലേക്ക് സ്വിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ മൊഡ്യൂൾ പുതിയ മൊഡ്യൂളിൽ ചെയ്യണമെങ്കിൽ പുതിയ മൊഡ്യൂളൊന്നും സ്ക്രൂ ടൈപ്പ് അല്ല, ജസ്റ്റ് നമ്മൾ സ്വിച്ച് ഒന്ന് അതിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കയറിപ്പോകുന്ന ടൈപ്പാണ്. അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ അതിനൊത്തിരി കോസ്റ്റ് കൂടുതലാണ്. ഇതിൻ്റെ ഇരട്ടി വിലയാണ് അതിൻ്റെ സ്വിച്ചുകൾക്ക്. ഇപ്പോൾ ഇതിന് നമുക്ക് സ്വിച്ചിന് വില വന്നത് 18 രൂപയാണ്. ഒരു സ്വിച്ചിന് 18 രൂപയാണ് വന്നത്. അപ്പോൾ മറ്റേ പുതിയ ടൈപ്പ് സ്വിച്ചുകൾക്കൊക്കെ ഏകദേശം 30 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഈ സ്വിച്ചും സോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലയിൻസ് കുറവാണ്. പുതിയ മോഡൽ വരുന്ന സോക്കറ്റുകളെല്ലാം സ്വിച്ചും സോക്കറ്റും ഒക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും. നമ്മുടെ പുതിയ ടൈപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് ഹെവി യൂസിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും സ്വിച്ച്. ഇതാകുമ്പോൾ കുറേ കാലം ഇങ്ങനെ നിന്നോളും. അപ്പോൾ നമുക്കിനി സ്വിച്ചുകളൊക്കെ ഇതേ പിടിപ്പിച്ചിട്ടുണ്ട്, സോക്കറ്റും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇതൊരു നെറ്റ് ബോൾട്ട് ടൈപ്പ് സ്ക്രൂ ആണ്. അപ്പോൾ അത് ചെറിയ സ്ക്രൂ ഉള്ളിലിട്ടിട്ട് നമുക്ക് നെറ്റിട്ട് നല്ല ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് സെറ്റാക്കാം. അപ്പോൾ അതേ നമ്മളിതേ സ്വിച്ചും സോക്കറ്റൊക്കെ അതേ ബോർഡും വെച്ച് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണക്ഷനൊന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കറിയാം 3 പിൻ സോക്കറ്റിൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ വലുതായി കാണുന്നത് എർത്തും, റൈറ്റ് സൈഡിൽ നമുക്ക് ഫേസും, ലെഫ്റ്റ് സൈഡ് ന്യൂട്രലാണ് വരിക. നോർമലി അങ്ങനെയാണ് എല്ലാ കണക്ഷനും നമ്മൾ ചെയ്യുക. റൈറ്റ് സൈഡ് ഫേസും, ലെഫ്റ്റ് സൈഡ് ന്യൂട്രൽ കണക്ഷനും, ഏറ്റവും ടോപ്പിൽ എർത്തും. അതാണ് നോർമലി കണക്ഷൻ. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സോക്കറ്റിൻ്റെ പുറകിലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ന്യൂട്രും ലൈനും എർത്തും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ സോക്കറ്റുമ്പോൾ പിറകിൽ ന്യൂട്രലിന് N എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഫേസ് ലൈൻ കൊടുക്കുന്നിടത്ത് P എന്ന് എഴുതിയിട്ടുണ്ട്. ഫേസ് ലൈൻ എപ്പോഴും നമ്മൾ നേരെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലായിരിക്കണം ഫേസ് ലൈൻ വരേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രിക് നിയമം. അപ്പോൾ ഇനി നമുക്കിനി കണക്ഷൻ കൊടുക്കാനായിട്ട് ഞാൻ എർത്ത് വയറായിട്ട് എടുത്തേക്കുന്നത് മഞ്ഞ കളറും, അതുപോലെ ന്യൂട്രൽ വയർ കൊടുക്കാനായിട്ടൊരു ബ്ലാക്ക് വയറും, അതുപോലെ ഫേസ് കൊടുക്കാനായിട്ട് റെഡ് വയറും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ കളർ കോഡിൽ തന്നെ എടുക്കുക. കാരണം തുടക്കത്തിൽ ചെയ്യുന്ന ആൾക്കാർക്ക് കളർ കോഡ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എളുപ്പത്തിനായിട്ട് ഇത് എർത്ത് വയർ കൊടുക്കാം. അപ്പോൾ എല്ലാ സോക്കറ്റുകൾക്കും എർത്ത് വയറുടെ ഇത് വലുതായിരിക്കും. നോർമൽ 2 പ്ലഗിനെ വെച്ച് പിന്നിനെ വെച്ച് നോക്കുമ്പോൾ എർത്ത് വയറ നല്ല കനത്തിലും നീളത്തിലും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എർത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ സോക്കറ്റിൻ്റെ E എന്ന് എഴുതി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെടുത്ത വയറെ കണക്ട് ചെയ്യുക. അതായത് സോക്കറ്റിൻ്റെ ഒരു പോയിന്റിലേക്ക് നമ്മൾ എർത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ 3 സോക്കറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ 3 സോക്കറ്റിലേക്ക് ഉണ്ടെങ്കിൽ 3 സോക്കറ്റിൻ്റെ എർത്തിലേക്കും അതേ വയർ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. കോമൺ ആയിട്ട് എല്ലാത്തിലേക്കും നമ്മളൊരു ലൈൻ വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതേ അടുത്ത സോക്കറ്റിലേക്ക് അതുപോലെ തന്നെ അതിൻ്റെ എർത്തിലോട്ട് ഇപ്പോൾ ഈ സോക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന അതേ വയർ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ എർത്തിലേക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 3 എർത്തും തമ്മിൽ ഒരേ വയറേമ തന്നെ കണക്ഷൻ വരും. അപ്പോൾ ആ സോക്കറ്റിൻ്റെയും നമ്മൾ നെറ്റ് ലൂസ് ചെയ്തു. ഇനി നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ
നെറ്റ് നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. ഒരു കാരണവശാലും ലൂസ് ഇട്ട് ചെയ്യരുത്. കാരണം ലൂസ് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ചൂടാവാനും അതുപോലെ ഇലക്ട്രോണിക് ഉപകരണം വർക്ക് ചെയ്യുമ്പോൾ ഇത് ഉരുകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം പരമാവധി നല്ലപോലെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളത് രണ്ടാമത്തെ സോക്കറ്റിലേക്ക് എർത്ത് കൊടുത്തു. അതുപോലെ തന്നെ അത് നമ്മൾ മൂന്നാമത്തെ എർത്തിലേക്കും നമ്മൾ വയർ കൊടുത്തു. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ കണക്ഷൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ 3 സോക്കറ്റിൻ്റെ എർത്ത് പോയിന്റിലേക്കും കോമൺ ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഇനി നെക്സ്റ്റ് നമുക്ക് അതുപോലെ തന്നെ 2 കണക്ഷന് കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് ന്യൂട്രൽ കൊടുക്കണം, അതുപോലെ ഫേസ് കൊടുക്കണം. അപ്പോൾ ഫേസ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ എർത്ത് കൊടുത്ത പോലെ തന്നെ 3 സ്വിച്ചിൻ്റെയും ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാം. ഒരു സ്വിച്ചിന് 2 പോയിന്റ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ സ്വിച്ചിൻ്റെ താഴത്തെ പോയിന്റിലും കൊടുക്കാം, അതുപോലെ മുകളിലത്തെ പോയിന്റിലും കൊടുക്കാം. താഴത്തെ പോയിന്റിലാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാ സ്വിച്ചിൻ്റെയും താഴത്തെ പോയിന്റിൽ തന്നെ കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ താഴത്തെ പോയിന്റിലാണ് നമ്മൾ ഫേസ് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ എർത്ത് കൊടുത്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു കണക്ഷൻ ആദ്യം സ്വിച്ചിൻ്റെ ഒരു തലക്കിലേക്ക് കൊടുത്തു. അതേ കണക്ഷൻ കൊടുന്ന് ആ മറ്റേ സ്വിച്ചിൻ്റെ അതേ പൊസിഷനിലേക്ക് തന്നെ വീണ്ടും ജോയിൻ ചെയ്തു. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് സ്ലീവ് ചെയ്തിട്ട് അത് ഷോർട്ട് ചെയ്യണ പോലെ തന്നെ അതേ കണക്ഷൻ അതുപോലെ തന്നെ മൂന്നാമത്തെ സ്വിച്ചിലേക്ക് നമ്മൾ ഈ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എർത്ത് എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെയാണ് നമ്മൾ സ്വിച്ചിലേക്കും കൊടുക്കേണ്ടത്. അപ്പോൾ സ്വിച്ചിൻ്റെ പൊസിഷൻ മാറിപ്പോകരുത്. മാറിയാലും കുഴപ്പമില്ല, എന്നാലും ചെയ്യുമ്പോൾ ഒരു ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് ഇല്ലാണ്ടിരിക്കും. കാരണം ഇതിനകത്ത് ഇനിയും വയറുകൾ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ നമ്മൾ അടുത്ത സ്വിച്ചിലേക്കും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേ വയറ് തന്നെ നമ്മൾ എന്ത് ചെയ്തു, മൂന്നാമത്തെ സ്വിച്ചിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണം കൂടുതൽ വരികയാണെങ്കിൽ ഇതേ പ്രക്രിയ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ 6 സോക്കറ്റും 6 സ്വിച്ച് ആണെങ്കിൽ ഇതുപോലെ തന്നെ അടുത്ത സ്വിച്ചിൽ നിന്ന് 4ാമത്തെ സ്വിച്ചിലേക്കും കൊടുക്കുക, 5ാം സ്വിച്ചിലേക്കും കൊടുക്കുക, 6ാമത്തേക്കും കൊടുക്കുക. ഒറ്റ കണക്ഷൻ മാത്രം നമുക്ക് മനസ്സിലാക്കി വെക്കണ്ടു. അത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവസാനത്തെ സ്വിച്ചിലേക്കും കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വിച്ചിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാണുമ്പോൾ തന്നെ നമുക്ക് ഡൗട്ടൊന്നും ഉണ്ടാവില്ല. കാരണം കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വിച്ചിലേക്കുള്ള കണക്ഷൻ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ന്യൂട്രൽ കൊടുക്കണം, ഫേസും കൊടുക്കണം. അപ്പോൾ അടുത്ത ഇതിലേക്ക് നമുക്ക് അത് കൊടുക്കാം. അങ്ങനെ നമ്മളിതേ സ്വിച്ചിൻ്റെ കണക്ഷൻ 3 സ്വിച്ചിലേക്കും പോയിട്ടുണ്ട്. അതുപോലെ എർത്ത് 3 എർത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സോക്കറ്റിൻ്റെ എർത്തിലേക്കും കണക്ഷൻ കൊടുത്തു, സ്വിച്ചിലേക്കും കൊടുത്തു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ന്യൂട്രൽ വയറാണ്. ന്യൂട്രൽ ഇതുപോലെ തന്നെ സ്വിച്ച് കൊടുത്ത പോലെ തന്നെയാണ് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുത്തത്, എർത്തിലേക്ക് കൊടുത്ത പോലെ തന്നെ സോക്കറ്റിൻ്റെ ന്യൂട്രൽ എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് എഴുതിയ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലാക്ക് വയർ. ന്യൂട്രൽ നമ്മളെപ്പോഴും കോമൺ ആയിട്ട് ബ്ലാക്ക് വയറാണ് എടുക്കാറ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതേ സോക്കറ്റിൻ്റെ പുറകിൽ ന്യൂട്രൽ എന്ന് എഴുതിയ പോയിന്റിലേക്ക് നമ്മൾ ആദ്യം കണക്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ അടുത്ത സോക്കറ്റിൻ്റെ ന്യൂട്രലിലേക്കും ഇതേ സെയിം വയർ നമ്മൾ കട്ട് ചെയ്യുക, അതിലേക്ക് കണക്ട് ചെയ്യുക. സെയിം പ്രക്രിയയാണ്, നമ്മൾ മാറിപ്പോതിരുന്നാൽ മതി. ചെയ്യുന്ന പ്രക്രിയ എല്ലാം സെയിമാണ്. സിമ്പിൾ വേയും കൂടിയാണ് എക്സ്റ്റൻഷൻ ബോർഡ് തയ്യാറാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും ഇത് നോക്കി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിനൊക്കെ ഭയങ്കര വിലയാണ്, റേറ്റ് കൂടുതലാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ച മീറ്ററിനൊക്കെ 5 മീറ്ററിൻ്റെ വയറൊക്കെ ഏകദേശം നല്ലോണം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വാങ്ങി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പകുതി താഴെ ചാർജ് നമുക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിത് ന്യൂട്രലിൻ്റെ കണക്ഷൻ 2ാമത്തെ സോക്കറ്റിലേക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതേ കണക്ഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 3ാമത്തെ സോക്കറ്റിലേക്കും കൊടുക്കുക. പിന്നെ ഇതേ ഇവിടുത്തെ സോക്കറ്റ് 3 ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റ് കളർ സോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിളായിട്ടൊരു സ്ക്രൂവേ ഉള്ളൂ. അതിൽ കൊടുത്താൽ തന്നെ 2 ഹോളിലോട്ട് കണക്ഷൻ വരും. ഈ ബ്ലാക്ക് കണ്ട ബ്ലാക്ക്, അതിനാണ് ഞാൻ ബ്ലാക്ക് വെച്ചത്. ഇപ്പോൾ ബ്ലാക്ക് സോക്കറ്റ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കണം. ഈ സോക്കറ്റിൽ നമ്മൾ കണ്ട ഇതിൽ 2ലേക്കും കണക്ഷൻ കൊടുക്കാനായിട്ട് ഒരു സ്ക്രൂ ചെയ്താൽ മതി. പക്ഷേ ബ്ലാക്കിൽ നമുക്ക് 2 കണക്ഷൻ കിട്ടണമെങ്കിൽ ആ 2 പോയിന്റിലേക്ക് നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ആ വയറ് നമ്മൾ കുറച്ച് നീളത്തിൽ സ്ലീവ് ചെയ്തിട്ട് 2 സ്ക്രൂവും കൂടെ ചെയ്യാൻ പറ്റാവുന്ന പോലെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നീളത്തിൽ എടുത്തിട്ടുണ്ട് 2 എണ്ണത്തിലേക്കും 2 സ്ക്രൂവും ലൂസ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോഴാണ് കണക്ഷൻ അതിലേക്ക് 2ലേക്കും കിട്ടുള്ളൂ. അപ്പോൾ അതും ശ്രദ്ധിക്കണം കേട്ടോ. പുതിയ മൊഡ്യൂൾ ടൈപ്പ് പുതിയ മോഡല് സ്വിച്ചുകൾക്കൊന്നും ഇല്ല, ഇത് പഴയ മോഡലാണ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് വാങ്ങുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഈട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ എക്സ്റ്റൻഷൻ ബോക്സ് എപ്പോഴും പ്രിഫർ ചെയ്യുക ഇങ്ങനത്തെ ടൈപ്പ് സോക്കറ്റുകളും സ്വിച്ചുകളാണ്. പിന്നെ ഹെവി ലോഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 6 ആംസിൻ്റെയാണ്. 6 ആംപിയറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ടി വി ഐറ്റംസ് എല്ലാം വർക്ക് ചെയ്യുക. അത്യാവശ്യം കട്ടറോ കാറിലൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. AC ആ ലെവലിലേക്കൊന്നും ഇതുകൊണ്ട് കണക്ട് ചെയ്യരുത്. കാരണം ഇത് മാക്സിമം താങ്ങാവുന്ന ഒരു 1000 വാട്ട്സോളം താങ്ങാവുന്ന ഇത് മതി പറ്റുള്ളൂ. കാരണം ഏകദേശം 1.5-ൻ്റെ വയറിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 1.5-ൻ്റെ വയറിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ലോഡ് വലിക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് ന്യൂട്രലിൻ്റെ കണക്ഷൻ അതുപോലെ തന്നെ 3 സോക്കറ്റിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ന്യൂട്രലായി, ഫേസായി, എർത്തായി. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് സ്വിച്ചിൻ്റെ മറ്റേ തലയ്ക്ക്, അതായത് ഇപ്പോൾ സ്വിച്ചിലേക്ക് നമ്മൾ സ്വിച്ചിൻ്റെ 2 പോയിൻ്റിൽ ഒരു തലയ്ക്കാണ് കൊടുത്തേക്കണേ. അപ്പോൾ സ്വിച്ചിൻ്റെ മറ്റേ തലയ്ക്ക് എന്നുള്ള കണക്ഷനാണ് നമ്മൾ സോക്കറ്റിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്തേക്ക്, സോക്കറ്റിൻ്റെ എല്ലിൻ്റെ എഴുതിയ പോയിന്റിലേക്കാണ് നമ്മൾ സ്വിച്ചിൽ നിന്ന് വരുന്ന കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്വിച്ചിൻ്റെ മറ്റേ കണക്ഷനിൽ നിന്ന് സ്ക്രൂ ലൂസ് ചെയ്യുക, അവിടെ നിന്ന് ഒരു വയർ കണക്ട് ചെയ്ത് നേരെ സോക്കറ്റിലേക്ക്. കാരണം ആ സ്വിച്ചാണ് ഈ സോക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്.
അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പം നമ്മളുണ്ട്, ഇപ്പോൾ ഞാൻ കൊടുത്ത കണക്ഷനിൽ നിന്ന് നമ്മൾ നേരെ എന്ത് ചെയ്തു, നമ്മുടെ തൊട്ടടുത്തുള്ള സോക്കറ്റിൻ്റെ എല്ലെന്ന് എഴുതിയ പോയിന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വിച്ചും ഈ സോക്കറ്റും തമ്മിൽ കണക്ഷൻ വന്നു. അപ്പോൾ ആ സോക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആ സ്വിച്ചാണ്. അപ്പോൾ ഇതേ സെയിം പ്രക്രിയ തന്നെയാണ് എല്ലാത്തിലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്വിച്ചിൻ്റെ ഒരു തലയ്ക്ക് കൊടുത്തു, അതിൽ നിന്ന് വരുന്ന കണക്ഷൻ എന്ത് ചെയ്തു, സോക്കറ്റിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന പോയിന്റിലേക്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ സോക്കറ്റിൻ്റെ ആദ്യത്തെ കണക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്വിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് സോക്കറ്റിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതുപോലെ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് സോക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. ഇതേ സെയിം തന്നെ 3 സോക്കറ്റിലും ഇതുപോലെ വയർ നമ്മൾ എടുക്കുക, ആ സ്വിച്ചിൻ്റെ ആ പോയിന്റിൽ നിന്ന് ഔട്ട് പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സോക്കറ്റിൻ്റെ ലൈനിലേക്ക് കൊടുക്കുക. സെയിം പ്രക്രിയ. അങ്ങനെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കണക്ഷൻ എല്ലാം തന്നെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എർത്ത് നമ്മൾ 3 പോയിന്റിലേക്കും കൊടുത്തു. അതുപോലെ തന്നെ ന്യൂട്രൽ നമ്മൾ സോക്കറ്റിൻ്റെ എണ്ണെന്ന് എഴുതിയ പോയിന്റിലേക്ക് നമ്മളിത് കോമൺ ആയിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ സ്വിച്ചിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ സ്വിച്ചിൻ്റെ അടുത്ത പോയിന്റിലേക്കും അതുപോലെ അടുത്ത ഇതിലേക്കും കൊടുത്തു. പിന്നെ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്തു, സോക്കറ്റിൻ്റെ ഇതിലേക്കും കൊടുത്തു. ഇത്രയുള്ള നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ ബേസിക് കണക്ഷൻ. ഇനി ഇതിലേക്ക് നമുക്ക് സപ്ലൈ കൊടുക്കാനുള്ള വയർ എടുക്കുക വേണ്ടു. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ സപ്ലൈ എടുക്കാനായിട്ട് നമ്മളൊരു 3 പിൻ ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ 3 പിൻ ടോപ്പിന് വില വരുന്നത് 55 രൂപയാണ്. അപ്പോൾ ഇത് നമ്മൾ 3 ഇതിലും കൊടുത്തിട്ടുണ്ട്, L, N അതുപോലെ E. സോക്കറ്റിൽ കൊടുത്തതാണ് അതേ സെയിം കണക്ഷൻ തന്നെയാണ് ഇതിലേക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട്, അതായത് ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കാനായിട്ട് സെയിം കളർ കോഡിൽ തന്നെ വയർ എടുത്തിട്ടുണ്ട്. റെഡ് ഫേസ്, ന്യൂട്രൽ, ബ്ലാക്ക്, എർത്തായിട്ട് യെല്ലോയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഞാനിത് ലെങ്ത്ത് കുറച്ചാണ് ചെയ്യുന്നത്, കാരണം ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ വയറുടെ ലെങ്ത്ത് കൂട്ടുക. നിങ്ങൾക്ക് 5 മീറ്ററോ 10 മീറ്ററോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇനി നമ്മളടുത്ത കണക്ഷൻ 2 സോക്കറ്റ് നമ്മൾ നോക്കണ്ട, അതിൻ്റെ പണി കഴിഞ്ഞു. അതിലേക്ക് നമുക്കൊന്നും കൊടുക്കാനില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സോക്കറ്റ് തിരഞ്ഞെടുക്കുക, ഏതെങ്കിലും ഒരു തലക്കകത്ത്, ഈ തലക്കകത്തോ അല്ലെങ്കിൽ മറ്റേ തലക്കകത്തോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കളർ കോഡിലോട്ട് തന്നെ ഈ വയർ കൊടുക്കുക. അവിടെ ഒന്നും നോക്കാനില്ല. ന്യൂട്രൽ എഴുതിയ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്ലാക്ക് വയർ കൊടുക്കുക. അതുപോലെ ഫേസിലേക്ക് റെഡ് കൊടുക്കുക, എർത്തിലേക്ക് നമ്മുടെ യെല്ലോ കളർ കൊടുക്കുക. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ വെച്ചേക്കണ പോലെ തന്നെ നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതേ നോക്കിക്കോ. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തത് ഞാനിപ്പോൾ ഈ തലക്കേലത്തെ സോക്കറ്റും സ്വിച്ചാണ് സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്വിച്ചിൻ്റെ കോമൺ ആയിട്ട് പോകുന്ന പോയിന്റ്, നമ്മളെല്ലാ സ്വിച്ചിൻ്റെ ഒരു പോയിന്റിലേക്ക് കോമൺ ആയിട്ട് വയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഫേസ് ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കാനായിട്ട് നമ്മൾ റെഡ് വയർ നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ സ്വിച്ചിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്വിച്ചിൻ്റെ ഒരു തലക്കേലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. ആ സ്വിച്ചിൽ നിന്ന് തന്നെയാണ് എല്ലാ സ്വിച്ചിലോട്ടും കോമൺ ആയിട്ട് പോകുന്നത്. അപ്പോൾ ആ കോമൺ ആയിട്ട് പോകുന്ന പോയിന്റിലേക്കാണ് നമ്മൾ ഫേസ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ KCB എന്ന് വരുന്ന സപ്ലൈ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്വിച്ചിൻ്റെ ഈ പോയിന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സപ്ലൈ എല്ലാ സ്വിച്ചിലോട്ടും കോമൺ ആയിട്ട് പൊക്കോളും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫേസ് ലൈൻ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് സപ്ലൈ നമ്മൾ എല്ലാ സ്വിച്ചിലോട്ടും പൊക്കോളും. അപ്പോൾ ഫേസ് ലൈൻ കണക്ഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ന്യൂട്രൽ, അതേ സോക്കറ്റിൻ്റെ ന്യൂട്രൽ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. കോമൺ ആയിട്ട് എല്ലാ സോക്കറ്റിൻ്റെ ന്യൂട്രൽ ഉണ്ടാവും, കോമൺ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ന്യൂട്രലിൻ്റെ പോയിന്റിലേക്ക് തന്നെ നമ്മുടെ ഇൻപുട്ട് ന്യൂട്രൽ ഷോർട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതേ ഫേസ് കൊടുത്ത പോലെ തന്നെ അതിലേക്ക് നമ്മളിതേ ന്യൂട്രലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ KCB ന്യൂട്രൽ നമ്മൾ നേരെ സോക്കറ്റിൻ്റെ എല്ലാ ന്യൂട്രൽ പോയിന്റിലേക്കും കോമൺ ആയിട്ട് വരും. അപ്പോൾ ന്യൂട്രലും നമ്മുടെ ഫേസും നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എർത്ത് പോയിന്റ് കൊടുക്കാനുള്ള, അപ്പോൾ നമ്മൾ എർത്ത് അതുപോലെ തന്നെ സോക്കറ്റിൻ്റെ എർത്ത് പോയിന്റിലേക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എർത്തിൻ്റെ പോയിന്റ് ലൂസ് ചെയ്യുക, ആ വയറിലേക്ക് തന്നെ നമ്മളത് പിരിച്ച് വെച്ച് 3 കണക്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ഓൾറെഡി ചെയ്തിട്ടാണ് നമ്മൾ സോക്കറ്റ് ടൈറ്റ് ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് നമ്മൾ എല്ലാ കണക്ഷനും ചെയ്തതിന് ശേഷം സപ്ലൈ കൊടുക്കാനുള്ള പോയിന്റ് സെപ്പറേറ്റ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതേ ബോക്സിലോട്ട് സപ്ലൈ കൊടുക്കാനുള്ള 3 ലൈനും പുറത്തേക്ക് എടുത്തു. നമ്മൾ കളർ കോഡ് ഇട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം ഇതാണ്, നമുക്ക് കൺഫ്യൂഷൻ വരില്ല, നമുക്ക് ട്രാക്ക് നോക്കി പോകാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എർത്ത് കൊടുത്തു, ന്യൂട്രൽ കൊടുത്തു, ഫേസും കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സെക്ഷൻ ഓക്കെ. ഇനി ഇത് നമുക്ക് ഈ 3 പിൻ ടോപ്പിലേക്ക് കണക്ട് ചെയ്യുക വേണ്ടു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3 പിൻ ടോപ്പിൻ്റെ സ്ക്രൂ റിമൂവ് ചെയ്ത് നമുക്ക് തുറക്കാം. അപ്പോൾ ഇതിൻ്റെ വില വിവരം വരുന്നത് ഇതിന് 55 രൂപയും
അതുപോലെ ബോക്സിന് എനിക്ക് വില വന്നത് 40 രൂപയും സ്വിച്ചിന് 18 രൂപയും സോക്കറ്റിന് 23 രൂപയാണ് വില വന്നത്. അപ്പോൾ അത് കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ ഏകദേശം റേറ്റ് അറിയാൻ പറ്റും. പിന്നെ വയർ നമ്മൾ വാങ്ങുന്നതനുസരിച്ചാണ് വില വരുന്നത്. 1 മീറ്ററിന് 16 രൂപയാണ് 1.5ൻ്റെ വയർക്ക് വില വരുന്നത്. അപ്പോൾ 5 മീറ്റർ വയർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 15 മീറ്റർ വയർ മേടിക്കണം. 10 മീറ്റർ വേണമെന്നുണ്ടെങ്കിൽ 30 മീറ്റർ വയർ മേടിക്കണം. അപ്പോൾ അത് നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ അതേ സോക്കറ്റിന് ഇൻപുട്ട് നമ്മൾ പ്ലഗിന്, അതായത് ഇൻപുട്ട് പ്ലഗിന് നമുക്ക് ഇതുപോലെ തന്നെ ന്യൂട്രലും ഫേസും എർത്തും ഉണ്ട്. അത് അതുമ്പോൾ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമുക്ക് നോക്കിയാൽ അറിയാം എർത്ത് പോയിൻറ്റ് ഇത്തിരി ലെങ്ത് ഉള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ 3 പിൻ ടോപ്പിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു വാഷ് വരും. അപ്പോൾ അത് ഇട്ടിട്ട് വേണം ഫസ്റ്റ് നമ്മൾ കണക്ഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ വയറിൽ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പല ടൈപ്പിനും പല രീതിയിലാണ്. ഓൾമോസ്റ്റ് ഒരു 80% കോമൺ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഈ 3 പിൻ ടോപ്പുകളൊക്കെ. പിന്നെ പുതിയ പുതിയ ടെക്നോളജിയിൽ പല രീതിയിലുണ്ട്. ചിലത് ഇൻഡിക്കേറ്ററുള്ള മോഡലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഇപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളിതേ 3 വയറേയും നമ്മൾ ടോപ്പ് ഇൻപുട്ട് 3 പിൻ ടോപ്പിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫേസ് ലൈൻ കൊടുക്കാം. അപ്പോൾ അത് ഇൻപുട്ട് പ്ലഗിൻ്റെ ഉള്ളിൽ തന്നെ കണ്ട ലൈൻ എൽന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എൽന്ന് മാർക്ക് ചെയ്ത പോയിന്റിലേക്കാണ് നമ്മൾ ഫേസ് ലൈൻ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ റെഡ് വയറാണ് കൊടുക്കേണ്ടത്. സ്വിച്ചിലോട്ട് പോകുന്ന കണക്ഷനാണ് ഈ റെഡ്. സ്വിച്ചിലോട്ട് നമ്മളെപ്പോഴും ഫേസ് ആണ് കൊടുക്കുക. എന്നാൽ മാത്രമേ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ഷോക്കില്ലാതെ എക്യുപ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലാക്ക് വയർ നമ്മൾ അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ സംഭവം വർക്കിങ്ങിനെ ബാധിക്കൊന്നുമില്ല. പക്ഷേ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്താലും ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫേസ് ലൈൻ എപ്പോഴും സ്വിച്ചിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡ് പോയിന്റ് ലൈനിന്ന് മാർക്ക് ചെയ്ത എല്ലിന്ന് മാർക്ക് ചെയ്ത പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബ്ലാക്ക് വയർ നമ്മുടെ ന്യൂട്രലാണ്. അത് നമ്മൾ ഇൻപുട്ട് പ്ലഗിൻ്റെ എന്ന് എഴുതിയ പോയിന്റിലോട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. നമ്മളിത് ന്യൂട്രൽ ലൈന് ലൂസ് ചെയ്ത് നമ്മളിത് ഇൻപുട്ടിൻ്റെ പോയിന്റിലേക്ക് ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്. എന്ന് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ ടൈറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കിനി കണക്ട് ചെയ്യാനുള്ളത് നമ്മുടെ എർത്ത് പോയിൻ്റ് ആണ്. അപ്പോൾ എർത്ത് പോയിൻ്റ് നമുക്കിത് ഒരു സിംഗിൾ കണക്ഷൻ തന്നെയാണ്. എർത്ത് പോയിന്റിലേക്ക് നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എർത്ത് പോയിൻ്റ് സെറ്റായി. അപ്പോൾ നമ്മൾ എർത്ത് കണക്ഷനും കൂടെ നമ്മുടെ ഇൻപുട്ട് പ്ലഗിൻ്റെ അതിലേക്ക് കൊടുത്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി അവസാനിച്ചു. അങ്ങനെ നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ 3 പിൻ ടോപ്പിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് സോക്കറ്റിൻ്റെ കണക്ഷൻ ഇത്രയേ ഉള്ളൂ. അവിടെ നിന്ന് നമ്മൾ സോക്കറ്റിൽ നിന്ന് ചെയ്ത അതേ വയർ തന്നെ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് പ്ലഗിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ വയറിങ് എല്ലാം തന്നെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് ബോക്സിലോട്ട് തിരിച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ വയർ പുറത്തേക്ക് എടുക്കാനായിട്ട് നമ്മൾ ഈ ബോക്സിൻ്റെ സൈഡ് ഭാഗം ഒന്ന് പതിയെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വയർ പുറത്തേക്ക് എടുക്കാം. അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് പതിയെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വയറുടെ തിക്നെസ് അനുസരിച്ച് നമ്മൾ കട്ടിങ്സിൻ്റെ വലിപ്പവും കൂട്ടുക. അപ്പോൾ നമുക്ക് 3 വയർ. അപ്പോൾ നിങ്ങളെപ്പോഴും ഇത് കെട്ടിട്ടെടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് വലിയണ സമയത്ത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടി നമ്മൾ കെട്ടിടണം കേട്ടോ വയറാണ്. ഇതിപ്പോൾ ഞാൻ ലെങ്ത് ഇല്ലാത്ത കാരണം ഞാൻ കെട്ടിടുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കെട്ടിട്ടിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് വയർ വലിഞ്ഞാലും ഈ പ്ലഗ് പോയിന്റിൽ നമ്മൾ കണക്ട് ചെയ്തതിന് വിട്ടുപോരില്ല. അപ്പോൾ നമ്മളിത് സോക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മുടെ ബോക്സിലോട്ട് പിടിപ്പിച്ചിട്ട് ഇനി അത് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1.5 ഗേജ് വയർ ഇട്ടിട്ടാണ് നമ്മൾ എക്സ്റ്റൻഷൻ ബോർഡ് ചെയ്തേക്കുന്നത്. ഏകദേശം 1000 വാട്ട്സ് നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും തന്നെ ഈ ബോർഡിലില്ല. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന 300 രൂപയുടെ 400 രൂപയൊക്കെ സാധനങ്ങൾ നമ്മൾ ടിവിയോ ലൈറ്റ് ഫാനൊക്കെ മാക്സിമം ലോഡുള്ളത് എന്തിനും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിച്ചു പോകും. അപ്പോൾ നമുക്കിനി ഇത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ 3 സ്വിച്ചും സോക്കറ്റിലേക്കും സപ്ലൈ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്വിച്ച് ഇട്ടപ്പോൾ നമുക്കിത് റൈറ്റ് സൈഡിൽ ലൈൻ വരുന്നുണ്ട്. കണ്ട റൈറ്റ് സൈഡിലായിരിക്കണം നമുക്ക് സോക്കറ്റ് നമ്മൾ നേരെ നോക്കുമ്പോൾ നമ്മുടെ വലതുവശത്തായിരിക്കണം ഫേസ് ലൈൻ വരേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രൽ ആയിരിക്കണം. അത് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിച്ചിൻ്റെ കണക്ഷൻ ഞാൻ കറക്റ്റായിട്ട് നോക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.